ഹായ് എവ്രി വൺ. സോ കീം 2024 ഡേറ്റ് ഏകദേശം അടുക്കാനായിട്ടുണ്ട്. സോ ലാസ്റ്റ് മിനിറ്റ് ടിപ്സ് ആൻഡ് ട്രിക്സ് എന്നുള്ള രീതിക്ക് നമുക്ക് റൈറ്റ് ആൻസേഴ്സ് ഗെസ് ചെയ്യാനുള്ള കുറച്ച് സ്മാർട്ട് ടെക്നിക്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, അസൈനിങ് എ വാല്യൂ. അസൈനിങ് എ വാല്യൂ എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് നമ്മൾ വേരിയബിളിൻ്റെ വാല്യൂ ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ ഇക്വേഷൻസ് ക്വസ്റ്റ്യൻസ് ആയിട്ട് വരും എക്സാമിന്. സോ നമ്മൾ ആൻസേഴ്സ് നമുക്ക് കിട്ടിയ ആൻസർ ഓപ്ഷൻസ് ക്വസ്റ്റ്യൻ ഫോമിൽ അല്ലെങ്കിൽ ഇക്വേഷൻസിൽ ഇട്ട് കൊടുത്ത് നോക്കിയിട്ട് ഏത് ആൻസറാണ് കറക്റ്റ് എന്നുള്ളത് നമുക്ക് അതിലൂടെ കണ്ടുപിടിക്കാം. സോ നമ്മുടെ റൈറ്റ് സൊല്യൂഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഇക്വേഷൻ സോൾവ് ചെയ്യുന്ന ആൻസർ ആയിരിക്കും. സെക്കൻഡ് ടിപ്പ് എന്ന് പറയുന്നത് സ്റ്റേ അവേ ഫ്രം ദ എക്സ്ട്രീംസ്. സ്റ്റേ അവേ ഫ്രം ദ എക്സ്ട്രീംസ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാമിനാണെങ്കിലും എക്സ്ട്രീംസ് അവോയ്ഡ് ചെയ്യുക എന്നുള്ളതൊരു കീ ആണ്. എക്സ്പെഷ്യലി ന്യൂമറിക്കൽ ഫിഗേഴ്സിൻ്റെ കേസിൽ നമ്മൾ ആൻസർ ഓൾട്ടർനേറ്റീവ്സിൽ ഒരു ഹൈ വാല്യൂ ഉണ്ടാവും, ലോ വാല്യൂ ഉണ്ടാവും. ഈ ഹൈ വാല്യൂ ലോ വാല്യൂ ആയിട്ടുള്ള എക്സ്ട്രീം വാല്യൂസ് മിക്കപ്പോഴും ഇൻകറക്റ്റ് റിപ്ലേസ് ആവാനാണ് ചാൻസ്. സോ ഇറ്റ്സ് ബെസ്റ്റ് ടു സ്റ്റേ ക്ലിയർ ഫ്രം ദ. തേർഡ് ടിപ്പ് എന്ന് പറയുന്നത് യൂണിറ്റ് ആൻഡ് വാല്യൂ ട്രിക്സ്. ഇപ്പോൾ ഫിസിക്സ് അല്ലെങ്കിൽ മാത്സിനാണെങ്കിലും നമുക്ക് കുറേ ക്വസ്റ്റ്യൻസിന് അതിൻ്റെ യൂണിറ്റും കൂടി നമ്പറിനൊപ്പം ആഡ് ആയിട്ടുണ്ടാകും. ഫോർ എക്സാമ്പിൾ തെർമോഡൈനാമിക്സിലൊരു ക്വസ്റ്റ്യനിൽ എക്സാമ്പിൾ ക്വസ്റ്റ്യനിൽ ഒരു 4 ഓപ്ഷൻസ് ഉണ്ടാകും. 70 സെൽഷ്യസ്, 50 കെൽവിൻ, 80 സെൽഷ്യസ്, 50 സെൽഷ്യസ്. ഇതിൽ നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം 3 ടൈംസ് സെയിം യൂണിറ്റ് മെൻഷൻ ചെയ്യപ്പെട്ടിട്ടുണ്ട്. സെയിം ടൈമിൽ 2 വാല്യൂസും റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. സോ പ്രോബബിളി ആൻസർ ആവാനുള്ള ചാൻസ് സെൽഷ്യസ് 3 തവണ വന്നതും കൊണ്ട് തന്നെ സെൽഷ്യസ് ആവാനാണ് ചാൻസ് യൂണിറ്റ്. ആൻഡ് ഓൾസോ 50 2 ടൈംസ് റിപ്പീറ്റ് ചെയ്തത് കൊണ്ട് 50 സെൽഷ്യസ് ആണെന്ന് നമുക്ക് ഗസ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത് അനലൈസ് ദ ഡയമെൻഷൻസ്. ഫിസിക്സ് പേപ്പറിൽ ഡയമെൻഷൻ അനാലിസിസ് എന്ന് പറയുന്നത് ഒരു മേജർ ടെക്നിക്കാണ്. ഫോർ എക്സാമ്പിൾ നമുക്ക് ഒരു സാധനത്തിൻ്റെ സ്പീഡിൻ്റെ വാല്യൂ ഡിറ്റർമൈൻ ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണെന്ന് വെച്ചോ. ഇതിൽ സ്പീഡാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ എന്നുള്ളത്. ആസ് എ റിസൾട്ട് നമുക്ക് എന്ത് ചെയ്യാം, മീറ്റർ പെർ സെക്കൻഡ് ഡയമെൻഷൻ ആയിട്ട് വരാത്തത് നമുക്ക് ആൻസർ ഓൾട്ടർനേറ്റീവ്സിന് ഫസ്റ്റിൽ എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. സോ ഈ മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് ടൈം സേവ് ചെയ്യാം. അടുത്തതാണ് അസംപ്ഷൻസ് ട്രിക്ക്. കീം MCQസിൽ ആൻസേഴ്സ് ഗസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും സിമ്പിൾ ആൻഡ് യൂസ്ഫുൾ മെത്തേഡ് എന്ന് പറയുന്നത് അസംപ്ഷൻ ആണെന്ന് നമുക്കറിയാം. നമ്മൾ പ്രോപ്പർ സൊല്യൂഷൻ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് അസ്യൂം വാല്യൂസ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇക്വേഷൻസ് ഈസിലി സോൾവ് ചെയ്യാം. ഈ പ്രൊസീജിയർ എന്ന് പറയുന്നത് നമ്മൾ റീപ്ലേസ്മെൻറ്റ് പ്രൊസീജിയറിനോട് ഓൾമോസ്റ്റ് ഐഡൻറ്റിക്കലാണ്. ഫോർ എക്സാമ്പിൾ ഒരു ട്രിഗ്നോമെട്രി ക്വസ്റ്റ്യൻ ആണെന്ന് വയ്ക്കാം. നമുക്ക് ഏതെങ്കിലും ഒരു അസ്യൂം വാല്യൂ വെച്ചിട്ട് ആ ക്വസ്റ്റ്യനെ റീപ്ലേസ് ചെയ്യാം, സച്ച് ആസ് 45 ഡിഗ്രി എന്തെങ്കിലും. എന്നിട്ട് നമ്മൾ ആൻസർ ഓൾട്ടർനേറ്റീവ്സിൽ അപ്ലൈ ചെയ്തിട്ട് ആൻസർ ഓൾട്ടർനേറ്റീവ്സ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പ്രോബ്ലം ഫാസ്റ്റായിട്ടും ഈസി ആയിട്ടും സോൾവ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ട്രിക്ക് എന്ന് പറയുന്നത് മാത്തമാറ്റിക്കൽ ട്രിക്സ്. ഫോർ n ടേം, അതായത് മാത്സ് ക്വസ്റ്റ്യനിൽ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ ചോദിക്കുക, സമ്മ് കാൽക്കുലേറ്റ് ചെയ്യാൻ ചോദിക്കുക, പ്രൊഡക്റ്റ് n ടേമിൻ്റെ വാല്യൂ, സമ്മ്, പ്രൊഡക്റ്റ് ഇതൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കും. നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നത് ഈ ടേമിൻ്റെ വാല്യൂ യൂഷ്വലി 1, 2 അല്ലെങ്കിൽ 3 ആയിരിക്കും. ഓപ്ഷൻസിൽ ഏതെങ്കിലും വാല്യൂ എൻ്റർ ചെയ്തിട്ട് നോക്കാം, എന്നിട്ട് നമുക്ക് ഡിസൈർ റിസൾട്ട് കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് ട്രിക്ക് എന്ന് പറയുന്നത് ചൂസിങ് ബിറ്റ്വീൻ 2 ഓൾട്ടർനേറ്റീവ്സ്. രണ്ട് പോസിബിലിറ്റീസ് ഉണ്ടെങ്കിൽ രണ്ടിൻ്റെ ഇടയിൽ നമുക്ക് ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യാനുള്ള ഇതുള്ളൂ. സോ
ബെറ്റർ ട്രൈ വിത്ത് യുവർ ലക്ക് എന്ന് അത് പറയാൻ പറ്റുള്ളൂ. ഒന്നില്ലെങ്കിൽ എക്സ്ട്രീം വാല്യൂസ് യൂണിറ്റ് അല്ലെങ്കിൽ വാല്യൂ ടാക്ടിക്സ് അപ്ലൈ ചെയ്യാൻ നോക്കാം, അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു ആൻസേഴ്സ് ഗസ് ചെയ്യാം, അത്രേ പറയാൻ പറ്റൂ. 8th ടിപ്പ് എന്ന് പറയുന്നത് സം ടിപ്സ് ഓൺ സബ്ജക്റ്റ്. നമുക്ക് എല്ലാം പഠിക്കണതിന് പകരം ടൈം കുറച്ചുള്ളൂവെങ്കിൽ എല്ലാ ചാപ്റ്റേഴ്സ് അല്ലെങ്കിൽ എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്ത് പഠിക്കുന്നതിന് പകരം നമുക്ക് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കീം MCQ ടിപ്സ് പഠിച്ചാൽ നമുക്ക് പെട്ടെന്ന് മാർക്ക് കിട്ടാൻ കൂടുതൽ സഹായിക്കും. ദാറ്റ് ഈസ് ഒരു തീം ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ചാപ്റ്റേഴ്സിൽ നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്നതുകൊണ്ട് ഇത് കിട്ടാൻ എളുപ്പമായിരിക്കും. സോ ചാപ്റ്റേഴ്സ് 1-2 കുറഞ്ഞു കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഉള്ള ചാപ്റ്റേഴ്സ് അല്ലെങ്കിൽ കൂടുതൽ വെയിറ്റേജ് ഉള്ള ചാപ്റ്റേഴ്സ് കൂടുതൽ ടൈം എടുത്ത് കവർ ചെയ്യുക. സോ 20-25 പോയിൻറ്റ്സ് തന്നെ ആ ഒരു ചാപ്റ്ററിലൂടെ തന്നെ കിട്ടുകയാണെങ്കിൽ നമുക്ക് അതിലൂടെ കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ടിപ്പ് എന്ന് പറയുന്നത് ഫോക്കസ് ഓൺ NCERT ബുക്സ്. ഫണ്ടമെൻ്റൽസ് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യം. സോ അറ്റ്ലീസ്റ്റ് 3 to 4 ക്വസ്റ്റ്യൻസ് ടോപ്പിക്സ് റിപ്പീറ്റഡ് ആയിട്ട് എല്ലാ തവണത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലും വരാറുണ്ട്. സോ ഇതായിരിക്കും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റിയ ഈസിയസ്റ്റ് ക്വസ്റ്റ്യൻസും ആൻഡ് സോ ദാറ്റ് വി ക്യാൻ ഗെറ്റ് മച്ച് പോയിൻറ്റ്സ് ഫ്രം ദാറ്റ്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ക്ലാസ് 11 ആൻഡ് ക്ലാസ് 12 NCERT മെറ്റീരിയൽ തറവായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. സോ ഇതാണ് നമ്മുടെ 9 ടിപ്സ് ആൻഡ് ട്രിക്സ് റൈറ്റ് ആൻസേഴ്സ് ഗെസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. ഇതിൽ മാത്രം ഫോക്കസ് ചെയ്യരുത്, ഇതിന് 50-50 ചാൻസ് ആണുള്ളത്. സോ ഡു പ്രാക്ടീസ് പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആൻഡ് ഓൾസോ ഇമ്പോർട്ടൻറ്റ് ടിപ്സ് ആൻഡ് ട്രിക്സ് ആൻഡ് ഫോർമുലാസ് ഓൾസോ പ്രാക്ടീസ് ചെയ്യുക. പിന്നെ ഏതെങ്കിലും ടോപ്പിക്സ് അഡീഷണൽ ആയിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡു കമൻറ്റ്. സോ വിഷിംഗ് യു ഓൾ ദി ബെസ്റ്റ് ഫോർ ദ KEAM 2024 exam.